ഇന്ന് എളുപ്പം ചെയ്യാൻ പറ്റണ ഒരു പരിപ്പ് തോരനാണ് കേട്ടോ ചെയ്യണത്. സാമ്പാർ പരിപ്പ് കഴുകിയിട്ട് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. കഴുകിയ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് വെന്ത് വരരുത്, അധികം വെന്ത് പോകരുതെന്ന് പറഞ്ഞത് തോരനാക്കാനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഇത് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ തോരൻ ആവശ്യമായിട്ടുള്ള വേവായിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ഊറ്റി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. ചെറിയുള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി ഇത് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി കേട്ടോ, കുറേ എടുക്കരുത്. ചതച്ചതെല്ലാം ഒരുവിധം മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരാറാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പരിപ്പ് തോരൻ കൂട്ടി കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ചെരുകി വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നാളികേരം ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന പരിപ്പ് എടുത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ടതിന് ശേഷം വെള്ളം നന്നായി വലിയിച്ചെടുക്കണം. കുറഞ്ഞ തീയിൽ വെച്ച് നല്ലപോലെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അടിപൊളി പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ പരിപ്പ് തോരൻ എല്ലാവരും ചെയ്ത് നോക്കണം. കഞ്ഞിക്കും ചോറിനും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.